ഹലോ ഫ്രണ്ട്സ്, റെയിൻബീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചുവന്ന ചീര കൊണ്ടൊരു തോരൻ ഉണ്ടാക്കിയാലോ? വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. ചീര കഴുകി വൃത്തിയാക്കി ഇലയും തണ്ടുമടക്കം അരിഞ്ഞെടുക്കണം. ആവശ്യത്തിന് നാളികേരം ചിരുകി വയ്ക്കണം. ചുവന്നുള്ളിയും പച്ചമുളകും ചേർത്ത് ചതച്ചെടുക്കണം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയിലേക്ക് നമ്മൾ ഒതുക്കി വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കണം. പാകത്തിന് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് നന്നായി കുഴച്ച് ഒരു 5-10 മിനിറ്റ് വെക്കണം. ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കാൻ വേണ്ടുന്ന സമയം അത്രയും വെച്ചാൽ മതി. വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് ഞാനിതിനെ നന്നായി കുഴച്ചെടുത്തു. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടിത്തീരുമ്പോൾ സവാളയും ഉണക്കമുളകും ചേർത്ത് വഴറ്റിയെടുക്കണം. അല്പം കറിവേപ്പില കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തു. സവാള ഒരുവിധം മൊരിഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം. സവാളയോടൊപ്പം മുളകും മല്ലിയും മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നാളികേരം ചേർത്ത് കുഴച്ച് വെച്ചിരിക്കുന്ന ചീര ഇട്ട് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. എല്ലാം നന്നായി ഇളക്കി കൂട്ടിയിട്ട് അടച്ചു വെക്കാണ്ട് വേവിച്ചെടുക്കണം. അടച്ചു വെച്ച് വേവിച്ചാൽ ചീരത്തോരൻ്റെ രുചിയും നിറവും ഒക്കെ നഷ്ടപ്പെട്ടു പോകും. ചീരത്തോരൻ വെന്ത് വന്നിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. റെയിൻബീസ് കിച്ചൺ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.